ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പല്ലിനെ കുറിച്ചിട്ടുള്ളതാണ്. പല്ലിലെ കറകൾ പൂർണ്ണമായിട്ടും നീക്കി പല്ല് നല്ലതുപോലെ വെളുക്കുന്നതിനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇത് 3 ദിവസം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും. 3-ാമത്തെ ദിവസം പൂർണ്ണമായിട്ടും നിങ്ങളുടെ പല്ലിലെ കറ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തെല്ലാമാണ് ഇതിന് വേണ്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ബൗളെടുത്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് ഒരു ടൂത്ത് പേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കോൾഗേറ്റിൻ്റെ അളവെന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്നും ബ്രഷ് ചെയ്യാനായിട്ട് എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ മതിയാവും. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അത്രയും എടുക്കുക കോൾഗേറ്റ്. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റുക. ഞാനിപ്പോൾ ഇത് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ നാരങ്ങയാണ്, ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ മുഴുവനായിട്ട് വേണ്ട, പകുതി മാത്രം മതിയാവും. ഇതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ നാരങ്ങ എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പഴുത്ത നാരങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നീര് അതിൽ നിന്ന് കിട്ടും. പച്ച നാരങ്ങയാണെങ്കിൽ വളരെ കുറച്ച് നീര് മാത്രമേ കിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിവിടെ പകുതി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നീര് മുഴുവനായിട്ട് നമുക്ക് ഈ ടൂത്ത് പേസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടുന്നത് ഒരല്പം ബേക്കിംഗ് സോഡയാണ്. അതിന് അളവെന്ന് പറയുന്നത് ഒരു നുള്ള്, ഒരല്പം മാത്രം മതിയാകും. ഒരുപാട് ചേർക്കാനായിട്ട് പാടില്ല. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നല്ലതുപോലെ മൂന്നും കൂടി യോജിപ്പിക്കുക. കുറഞ്ഞത് ഒരു മിനിറ്റെങ്കിലും നിങ്ങളിത് യോജിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമാണ് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ആവുകയുള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എത്ര സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ടോ അത്രയും ചെയ്യുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരല്പം കൂടെ സമയമെടുത്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയൊന്നും ഇതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവുന്നതല്ല. പലർക്കും അങ്ങനെ ഒരു സംശയമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആദ്യത്തെ 3 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇത് ചെയ്യണം. ഒരു ദിവസം ചെയ്തിട്ട് നിർത്താനായിട്ട് പാടില്ല. അടുപ്പിച്ച് 3 ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും പല്ലിലെ കറ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്ന് നിങ്ങളൊരു 10 മിനിറ്റ് സമയമെടുത്തിട്ടാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മിശ്രിതം നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 15-20 മിനിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പല്ലിലെ കറയുള്ളവരും പല്ല് നല്ല വെളുക്കാത്തവരുമായിട്ടുള്ളവരൊക്കെ ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.